ഇനി പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഈ ചില കോമ്പിനേഷൻസ് തൈരിൻ്റെ കൂടെ സെറ്റ് ആവത്തില്ല എന്നൊക്കെ. ഒരു ചില സ്കിൻ കണ്ടീഷൻസ് നമ്മളത് കണ്ടിട്ടുണ്ട്. കാരണം വിരുദ്ധങ്ങൾ എന്ന് പറഞ്ഞ ആയുർവേദത്തിൽ പറയാറുണ്ട്. അപ്പോൾ തൈര് ചില ഹെവി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡിൻ്റെ കൂടെ മാത്രം തൈര് ചിലപ്പോൾ ഡിലേഡ് ആയിട്ടായിരിക്കും, വളരെ താമസിച്ചായിരിക്കും അതിൻ്റെ ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തിനോടൊപ്പം തൈര് ചേർത്ത് കഴിക്കല്ലേ എന്ന് പറയുന്നത്. ആ ദഹനം നമുക്ക് കൃത്യമായി നിന്നാൽ, അല്ലെ ദഹന പ്രക്രിയ കൃത്യമായ സമയത്താണ് അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കും, നല്ല ഒരു പ്രതിരോധ ശക്തി നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ചില കോമ്പിനേഷൻസിനെ നമ്മൾ തൈരിനോടൊപ്പം ചേർക്കല്ലേ എന്ന് പറയുന്നത്. അല്ലാണ്ട് മറ്റ് കാരണങ്ങളൊന്നും അതിനടിസ്ഥാനപരമായിട്ടില്ല. അപ്പോൾ തൈര് ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും അതേപോലെ തന്നെ പുറമേ ഉപയോഗിക്കാനും ഏറ്റവും നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ്.